ഇടയ്ക്ക് കിളി പോകുന്നതാണ്. അത് കുഴപ്പമില്ല. എന്താ ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ജോണറിലുള്ള പാട്ടുകളും ആസ്വദിക്കാൻ ശ്രമിക്കും, അത് പാടാനും ഇഷ്ടമുള്ള ഒരാളാണ്. അതൊക്കെ കൊണ്ടാവാം എനിക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു പരിധി വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പൊസിഷനിലേക്ക് ഈ ഫൈനൽ 6 എത്തുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പറ്റൻസ് എത്രത്തോളം കൂടുതലാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. ഇപ്പോഴും അതേ അഭിപ്രായം തന്നെ അവർ തുടരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ജയം തോൽവി എന്നൊന്നുമില്ല. അങ്ങനെ നമ്മളൊന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഫിനാലല്ല, അതിനു മുമ്പ് നമ്മൾ ഈ 16 പേരും എല്ലാവരും വിന്നേഴ്സ് ആവാൻ അർഹത തന്നെയാണ്. പിന്നെ നമ്മളാ പാടുന്ന 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് നമുക്ക് എങ്ങനെ പാടാൻ പറ്റുന്നു, അവിടെയാണ് എല്ലാം ഇരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിവുണ്ട്, ഓഫ്കോഴ്സ് കഴിവൊരു ഫാക്ടർ തന്നെയാണ്. അതിൻ്റെ കൂടെ ഭാഗ്യമാണ് മെയിൻ ഫാക്ടർ എന്നാണ് ഞാൻ, അല്ലേ ചേട്ടൻ എന്ത് തോന്നുന്നു? ഭാഗ്യമാണ് മെയിൻ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും വിന്നർ പൊസിഷനിലേക്ക് വരാൻ തന്നെ അർഹരാണ്. ഭാഗ്യത്തിന്റെ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രീനിവാസ് സാറിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ചിത്ര ചേച്ചി പോലും പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴും ചേച്ചിയെക്കാളും ഉപരി സാറ് നിങ്ങളെയൊക്കെ ഒരു എന്താ പറയുക, നിങ്ങളുടെയൊക്കെ കറക്റ്റ് എന്താണോ പോസിറ്റീവ് സൈഡ് അത് കണ്ടിട്ട് സംസാരിക്കുന്ന ഒരു ബൂസ്റ്റിംഗ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെ പെരുത്തിരുന്നിട്ടുണ്ട്. സാറ് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് സാറ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെന്തെങ്കിലും കുറ്റങ്ങൾ പാടിയാൽ തന്നെ അതിന്റെ ആ കുറ്റങ്ങളുടെ പോസിറ്റീവ് കണ്ടുപിടിച്ചിട്ട് സാറ് പറയാണ്. എനിക്ക് അന്ന് നമുക്ക് ചെറിയൊരു ഡൗട്ട് വരും, ഞാൻ പാടുന്നത് ശരിയാണോ തെറ്റുമോ, നമ്മൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യാൻ ഒക്കെ കൂടുതൽ സാധ്യതയുള്ളൊരു സമയമാണല്ലോ ഈ സെമി ഫൈനൽസ്, ക്വാർട്ടർ ഫൈനൽസ്, ഫൈനൽസ് എന്നൊക്കെ പറയും. അന്ന് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഒരിക്കലും ഞാൻ മറക്കില്ലാത്തൊരു കാര്യമാണ്, ഞങ്ങൾ ആരും മറക്കില്ലാത്തൊരു കാര്യമാണ്. സാർ ഇതാണ് പറഞ്ഞത്, എന്താ വെച്ചാൽ നമ്മൾ പാടുമ്പോൾ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ സ്റ്റേജ് നമ്മുടെയാണ്. നമ്മളെ എക്സ്പ്രസ് ചെയ്ത് മാക്സിമം നമ്മളെ പുറത്തേക്ക് വിടുന്നതാണ് ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് മ്യൂസിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഗിങ് എന്ന് പറയുന്നത്. ആ ഒരു സാധനം കേട്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ അടിച്ച് ഇരിക്കുമായിരുന്നു ഈ സംഭവം കേട്ട്. അപ്പോൾ അത് സാറിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു സാർ അന്ന് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ പകുതി പേരും നമുക്ക് മുമ്പുണ്ടായിരുന്ന ടെൻഷൻ ഇത്തിരി കുറഞ്ഞ് പാടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. സിതാര, നമ്മളൊക്കെ സ്നേഹത്തോടെ സിത്തുമണി എന്ന് വിളിക്കുന്ന വിധു പ്രതാപ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് രണ്ടുപേരും സുഹൃത്തുക്കൾ കൂടിയാണ്. ഒരുപക്ഷെ ചേച്ചിയെ കൂടി ആ ടെമ്പോയിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു പ്രസൻസ് എത്രത്തോളം അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ചിത്രാമ്മ വേറെ ഒരു ഷോയിലും ഇത്ര കൂളായിട്ട് നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം പല സ്റ്റേജ് ഷോസിലും ലൈവ് പാടാൻ മടിക്കുന്ന പാട്ടുകളാണ് ഏഴുമല, പൂഞ്ചോല, അതുപോലെ തന്നെ പരിമല ചെരുവിൽ. ഇതൊക്കെ ചിത്രാമ്മ ലൈവ് പാടി നമ്മളാരും കേട്ടിട്ടില്ല. അതൊക്കെ അന്ന് റെക്കോർഡിങ് പാട്ട്, ഒറിജിനൽ പാട്ട് കേട്ടേ പിന്നെ നമ്മളാരും ചിത്രാമ്മ ലൈവ് പാടി കേട്ടിട്ടില്ല. അപ്പം അതൊക്കെ നമ്മുടെ ഷോയിൽ ആദ്യമായിട്ട് ചിത്രാമ്മ പാടിയാണ്. ഇത്ര കൂളായിട്ട് നമ്മളാരും ഡാൻസ് കളിക്കുന്നു, ഇതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അതിനൊക്കെ മെയിൻ കാരണം സർഗോസ് സാറാണ്. സർഗോസ് സാർ, അതുപോലെ തന്നെ സാറിൻ്റെ ടീം, അതുപോലെ തന്നെ വിധിച്ചേട്ടൻ, സിത്തു ചേച്ചി, ഇവരുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് നമ്മുടെ ഷോ ഇത്ര സക്സസ് ആവാനും. പിന്നെ നമ്മുടെ ബോണ്ടിങ്, നമ്മൾ മുമ്പൊക്കെ കാണുന്ന പിള്ളേരുടെ ഇടയിലുള്ളൊരു ബോണ്ടിങ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ അതിലുപരി ജഡ്ജസിൻ്റെ ഇടയിലും നമ്മളെ സ്വന്തം അനിയന്മാരായിട്ടോ അനിയത്തിമാരായിട്ടോ നമ്മളെങ്ങനെ സംസാരിക്കുക, അതുപോലെയാണ് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും വരെ വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, ഫ്രീഡം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ബോണ്ടിങ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഷോവിൻ്റെ ഒരു സക്സസ്. പിന്നെ സർഗോ സാറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗറിന് ഏറ്റവും കൂടുതൽ ആവശ്യം, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീഷനിൽ ഒട്ടും ടെൻഷൻ ഇല്ലാണ്ട് സ്വയം എക്സ്പ്രസ് ചെയ്ത് പാടാൻ പറ്റുക, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഞാൻ മുമ്പും റിയാലിറ്റി ഷോസിൽ പോയിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് അവിടെ എവിടെയും കിട്ടാത്തൊരു സാധനം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമുക്കത് കിട്ടണം നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ. ഈ സ്റ്റാർ സിംഗർ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പാട്ടാണ് പ്രധാനം. കേളി നളിനം വിടരും, കേളി, വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വ്രീണാവതിയ, ഉണരുമോ മയങ്ങും മനസ്സിൻ സരസിൽ നീ കേളി നളിനം വിടരുമോ. നിങ്ങൾ പാടിയിലെ
ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. താങ്ക് യു. അടിപൊളി. അതിപ്പോൾ കേൾക്കുമ്പോഴും ഇപ്പൊ തൊണ്ട കുറച്ച് അടഞ്ഞിരിക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാടിയത്. ഈ പാട്ടുകൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ഗ്രൂമേഴ്സ് സജഷൻസ് ഉണ്ടാവും. പക്ഷേ ചിലരൊക്കെ കൂടുതൽ ഗ്രൂമേഴ്സ് പറയുന്നത് തന്നെ കേൾക്കും. പക്ഷേ ഇതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നത്, ഇത് യോജിക്കും എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് വേണം, അവർക്കും കോൺഫിഡൻസ് വേണം. മനസ്സിലായി. അപ്പം ഇതെങ്ങനെയാണ് ഡിസ്കഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുക? എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ നാളായിട്ട് ഇവർക്ക് നമ്മളറിയാം എന്ന് പറഞ്ഞാൽ 1 മാസത്തിൽ നമ്മൾ മാക്സിമം ഒരു 2 ആഴ്ചയെങ്കിലും നമ്മൾ ഒരുമിച്ചാണ്. അപ്പം ഇവർക്ക് നമ്മുടെ നല്ല വശങ്ങളും അറിയാം, അതുപോലെ തന്നെ കുറവുകളും ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവർക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നമ്മൾ ഏത് പാടിയാൽ നന്നാവും, ഏതൊക്കെ പാടിയാൽ പണി വരും എന്ന് ഇവർക്കറിയാം. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ കൊടുക്കാം. അതനുസരിച്ച് ഇവർ ഓക്കെ ആണെങ്കിൽ ബേസിക് സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ലിസ്റ്റ് ഓഫ് സോങ്സ് ആദ്യം കൊടുക്കും. അതിന്ന് ഗ്രൂമേഴ്സും എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സോങ് വരുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കൊടുക്കും, ചില സമയം മെൻറ്റേഴ്സ് പറയും ഈ പാട്ട് പാടാൻ പറയും. അപ്പോൾ നമ്മൾ ചില സമയം നമ്മുടെ പാട്ട് മറ്റൊരാൾ പെർഫോം ചെയ്യും, നമ്മുടെ പാട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ മനസ്സിലെന്താ തോന്നുക? നമുക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നും. പക്ഷെ ഇത് ഞാൻ പാടിയാലേ ശരിയാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമുക്കും ഒന്ന് പാടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ല എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് തോന്നുന്നു. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കാമായിരുന്നു എന്ന് തോന്നും. അതിന് വേറൊരു സൈഡും ഉണ്ടല്ലോ, അവൻ കുളവാക്കി പാടി പക്ഷെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കാമായിരുന്നു, അങ്ങനെയല്ല. ആ തോട്ടല്ല, നമ്മുടെ സൈഡ് മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായി പാടായിരുന്നു ഒരു സാധനം, എനിക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അതാണ് കറക്റ്റ്. ഈ കോമ്പോസ് പാടുന്ന സമയത്ത് ബൽറാമുമായിട്ട് ഇങ്ങനെ മത്സരിച്ച് പാടുക, ഇതൊക്കെ കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോ അതെ, ആ സമയത്തൊക്കെ പക്ഷെ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്കും നിങ്ങൾക്ക് കുറച്ച് കാലം ആയതുകൊണ്ട് അറിയാൻ പറ്റും. എങ്കിലും ഇതിനകത്തൊരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്ന സമയത്ത് ഒരു സന്തോഷം തോന്നൂലേ? അയാളെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാം. പിന്നീട് നമ്മൾ ചിന്തിക്കും ഇയാൾ തന്നെ സ്റ്റേജിൽ നമ്മുടെ കൂടെ തുടർന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അങ്ങനെയൊക്കെയുള്ള പദ്ധതികളൊക്കെ നടക്കുന്നുണ്ടോ? പുറകിലെല്ലാം ഓഡിയൻസ് കാണാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാം, എങ്ങനെ ഇംപ്രവൈസ് ചെയ്യിക്കാം എന്ന് പറഞ്ഞാൽ ആ പാട്ടിനെ മോശമാക്കാത്ത രീതിയിൽ എങ്ങനെ, ഒറിജിനൽ കമ്പോസിഷനെ എങ്ങനെ മോശമായ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറേ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ബൽറാമിൻ്റെ കൂടെ പാടുകയാണെങ്കിൽ നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു സാധനം എന്തായാലും വരും, അതിനനുസരിച്ച് നമ്മളൊന്ന് കെറുപ്പായാൽ മതി എന്നൊരു സാധനം എന്തായാലും മനസ്സിലുണ്ട്. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനത്തിലാണ് എല്ലാം പോകുന്നത്. ശരിക്കും ദിശ പാടുന്ന സമയത്ത് ദിശയുടെ ക്ലാസിക്കൽ നോളജ് ആണോ അത് അയാളുടെ ഡെഡിക്കേഷൻ ആണോ എന്താണോ സംഗതി എന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് തന്നെ സാധാരണ പ്രേക്ഷകർക്ക് തന്നെ തോന്നാറുണ്ട്, ഓ ഇതെന്താ ഈ കൊച്ചു കാണിക്കണേ, ഈ ആ തൊണ്ടയിൽ എന്തൊക്കെയാ വരണേന്ന് പറയാൻ പറ്റില്ല. ദിശയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? ദിശ ഒരു സംഗീത രാക്ഷസിയാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ദിശ വളരെ കർണാടകയിൽ നല്ല നോളജുള്ളൊരു കുട്ടിയാണ്. വളരെ നല്ല രീതിയിൽ കൊച്ചിലോട്ടെ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണ് ദിശ. അതുകൊണ്ടാണ് അവളുടെ തൊണ്ടയിൽ എല്ലാ സംഗതികളും. അതാണ് നമുക്കന്ന് ശിവദം എന്ന് പറയുന്ന പാട്ട് പാടിയപ്പോൾ ഒരു സംഗതി എന്തോ ദിശയുടെ സ്ലിപ്പായി. അപ്പം നമ്മളെല്ലാവരും ഇത് ഇങ്ങനെ വരേണ്ടതല്ല, കാരണം നമ്മൾ ദിശേനെ ഇടയ്ക്ക് കളിയാക്കും. എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ദിശയ്ക്ക് വരാത്ത സംഗതി ഇല്ലെന്ന് നമ്മൾ പറയും. സംഗതിക്ക് ദിശേനെ പേടിയാണെന്ന് നമ്മൾ പറയുന്നത്. കാരണം